ഒരു കാര്യം കൂടെ പറയുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ പലതുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപിക്കുന്ന ഒരാക്ഷേപം ഞങ്ങളൊരു പാർട്ടിയാണ്, രാഷ്ട്രീയക്കാരാണെന്ന് പറയാറുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. അതിൻ്റെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കൾ പലവരും പ്രഖ്യാപിച്ചതാണത്, അതിൻ്റെ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കേരളത്തിലെ 10,000-കണക്കിൽ മഹല്ലുകളിൽ ജുമുഅത്ത് പള്ളികളിലെ മിമ്പറിൽ നിന്ന് ശബ്ദമുയരും. ആർക്കും തടുക്കാൻ സാധിക്കില്ല, ആർക്കും തടുക്കാൻ സാധിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഇതിനുണ്ട്. ഞങ്ങൾ യഥാർത്ഥത്തിന്റെ ആളുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ അനുസരിക്കുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കൾ ഞങ്ങളുടെ നേതാക്കളാണ്. രാഷ്ട്രീയമായ നേതാവ് എന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങളുടെ ആത്മീയ നേതൃത്വം അവരുടെ കയ്യിലാണ്. അത് പണ്ടേ അങ്ങനെയാ, അവർ പണ്ടേ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം അൽ ഈമാൻ യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ, യമനിൽ വന്ന നേതാക്കളാണ് അവർ. യമനിൽ നിന്ന് വന്ന നേതാക്കളാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ നിങ്ങൾക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പരമ്പര യമനിൽ നിന്ന് വന്നതാ. ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങളുടെ മുൻഗാമികളായ മഹാന്മാരൊക്കെ യമനിൽ നിന്ന് വന്നതാ. അള്ളാഹു റസൂൽ പറഞ്ഞതാ, ലോകത്ത് ഇസ്ലാമികമായ ഭരണം നടത്താൻ നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് അനർത്ഥമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതങ്ങനെ നടക്കുകയാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്ന് മാത്രം. അതാണല്ലോ അതിന്റെ ശൈലി. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാവരും വേണ്ടതുപോലെ ശ്രദ്ധിക്കണം. പക്ഷേ ഇങ്ങനെ നമ്മളെ മേൽ കുതിര കയറി ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ നോക്കണം. എന്റെ APA അബൂബക്കർ, എന്റെ സ്നേഹിതൻ APA അബൂബക്കർ മുസ്ലിയാർ, എന്താ അദ്ദേഹത്തിന്റെ സ്ഥിതി? രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ പാപ്പരത്വത്തിലേക്ക് അദ്ദേഹം എത്തിയില്ലേ? ആ പാപ്പരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നിരീശ്വരവാദികളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേർപെട്ട് പോരാൻ കഴിയില്ല. ഐക്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഐക്യം നടക്കുന്നൊക്കെ പറയുന്നുണ്ട്. നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. ഐക്യം ഉണ്ടാകണം. പക്ഷെ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഐക്യത്തെ കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നപ്പോ 16 സ്കൂളുകൾ കൊടുത്തു. സ്കൂള് കിട്ടട്ടെ, നമ്മൾ ആൾക്കാർക്ക് നമുക്ക് സന്തോഷമാണ്. പക്ഷെ 16 സ്കൂൾ കൊടുത്തത് ഈ ഐക്യപ്രഖ്യാപനം 16 സ്കൂളിന് വേണ്ടിയുള്ള വരവേശലല്ലേ? ആണോ അല്ലേ എന്നുള്ളത് തെളിയണം. ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യ യോഗ്യമായ മതം പരിശുദ്ധമായ ഇസ്ലാം മാത്രം. ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഈ ലോകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി അള്ളാഹു ധാരാളം പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് അയപ്പെടുകയുണ്ടായി. അവരെല്ലാം തന്നെ ഒരേ കാര്യം മാത്രമായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. അങ്ങനെ 921 വരെ നമ്മുടെ കേരളത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും താബിയങ്ങളും കൊണ്ടുവന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ അല്പം പോലും ആർക്കും തർക്കമില്ലാത്ത വിധം, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ ഇവിടെ മുറുകി പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ 921 ശേഷമാണ് പല പുത്തൻ ചിന്താഗതികളുമായിക്കൊണ്ട് ചില ഉൽപ്പദസ്തുക്കൾ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ടപ്പോൾ അത് പരിശുദ്ധമായ ഇസ്ലാമിന് തന്നെ കോട്ടം തട്ടും, തനതായ രൂപം ഇവിടെ കാണാൻ സാധിക്കയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ വലിയ വലിയ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായ സൂഫി വര്യന്മാരും ഔലിയാക്കളെ പോലെയുള്ള ധാരാളം മഹാന്മാരായ വരക്കൽ സയ്യിദ് മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ് മുതൽ ധാരാളം സാദാത്തുക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുമെല്ലാം ഇറങ്ങി തിരിച്ചുകൊണ്ട് വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ് മഹത്തായ ഈ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപവും ഭാവവും നൽകിക്കൊണ്ട് ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു അഭിമാനമായിക്കൊണ്ട് അല്ലെങ്കിൽ സഹായമായിക്കൊണ്ട് രക്ഷയായിക്കൊണ്ട് ഇവിടെ രൂപീകരിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്ത് വന്നപ്പോൾ തന്നെ അത് മനുഷ്യന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളെ തള്ളിക്കളയുവാനും വേണ്ടിയാണ് ലോകത്തോട് മനുഷ്യരോട് പറയുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും തന്നെ വമ്പിക്കലില്ല, അടിച്ചേൽപ്പിക്കലില്ല എന്ന കാര്യം സുവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് കഴിയുന്ന ആ കാര്യങ്ങൾ അള്ളാഹു കൽപ്പിക്കുന്നു. നിന്ന് അനുസരിക്കാൻ കഴിഞ്ഞാൽ
നിന്ന് നമസ്കരിക്കണം, അതിന് കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം, അതിനും കഴിയില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കണമെന്ന് എല്ലാ ഇളവുകളും അള്ളാഹു മനുഷ്യന് കൽപ്പിച്ചുകൊണ്ടാണ് എല്ലാവിധത്തിലെ ഇബാദത്തുകളെയും മറ്റു കാര്യങ്ങളെയും അള്ളാഹു മനുഷ്യരോട് കൽപ്പിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായ ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എന്തു കൊണ്ടുവന്നു അതിൻ്റെ തനതായ രൂപത്തിലൂടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രമേ മനുഷ്യന് വിജയം ലഭിക്കുകയുള്ളൂ എന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പോയി നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നു, ഖുത്ബിയത്ത് നടത്തുന്നു. അതേപോലെ തന്നെ വലിയ വലിയ മേധാവികളും ഉദ്യോഗസ്ഥന്മാരുമായ പല ആളുകളും ആ സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഇത് പഴഞ്ചനാണ്, അത് യാഥാസ്ഥികന്മാരുടെ ചില സിദ്ധാന്തങ്ങളാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാന്മാരായ നാം എല്ലാവരും ആദരിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹം കറാമത്തിൻ്റെ അതേപോലത്തെ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മഹാനായിരുന്നു കണ്ണിയത്ത് ഉസ്താദി എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹം ആ പട്ടിക്കാട് ജാമ്യയിൽ ദർസ് നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട സംസാരം പോലും സംസാരിക്കാതെ അള്ളാഹുമായി അടുത്തുകൊണ്ട് ദിക്റുകൾ പാരായണിച്ചുകൊണ്ട് ഏതാൾ വന്നാലും ആ വാതിൽ തുറക്കാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത്രത്തോളം അള്ളാഹുമായി കൊണ്ട് അടുത്ത ഒരു കറാമത്തിൻ്റെ ഒരു ഔലിയായിനെ പോലെയുള്ള മഹാനായിരുന്നു ശംസുൽ ഉലമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ശംസുൽ ഉലമയുടെയും അതേപോലെ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും എല്ലാം ഗുരുത്വവും പൊരുത്തവും നൽകി അതെല്ലാം സമ്പാദിച്ച ആളുകളാണ് ഇന്ന് സമസ്തക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന എല്ലാവരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയും അവരുടെ ഗുരുത്വവും ഉണ്ടാകുമ്പോൾ ഒരിക്കലും തന്നെ സമസ്തക്ക് പിഴവ് പറ്റാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമസ്ത ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം സമസ്തക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ആലോചിച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ കാലം മുതൽക്ക് തന്നെ ഒട്ടുമല ഉസ്താദിൻ്റെയും ശംസുൽ ഉലമയുടെയും എല്ലാം കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തരീഖത്തിൻ്റെ പ്രശ്നം വന്നാൽ അത് അപ്പടി ശരിയോ തെറ്റോ എന്ന് പറയുന്നില്ല. അത് കുറേ അധികം പഠിച്ച് ആവർത്തിച്ച് പഠിച്ച് 1000 വട്ടം അത് പരിശോധിച്ചതിന് ശേഷമേ സമസ്ത ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ആ എടുത്ത തീരുമാനം ഒരിക്കലും മാറ്റേണ്ട ഗതികേട് സമസ്തക്കുണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ തെളിയിക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ മഹത്തായ സംഘടനയ്ക്ക് ധാരാളം മഹല്ലുകൾ, ധാരാളം മദ്രസകൾ നമ്മുടെ കേരളത്തിലുടനീളം, കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലും മറ്റ് രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിക്കൊണ്ട് ബൗദ്ധിക വിദ്യാഭ്യാസപരമായിക്കൊണ്ട് തന്നെ ധാരാളം സാംസ്കാരികമായ നേട്ടങ്ങൾ ഈ സമസ്തക്ക് നാട്ടിലുടനീളം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന ആ അവസരത്തിൽ നവ്വറല്ലാഹു മർക്കദ അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗം എന്ന രീതിയിൽ തന്നെ ഹജ്ജിന് പോകുന്ന ആ സന്ദർഭത്തിൽ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ഉലമാക്കളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പിന്നിലാണ് ഞങ്ങൾ അയ്യൊക്കെ, നിങ്ങൾ മുന്നിൽ നടക്കുക, ഞങ്ങൾ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉലമാക്കളെ ബഹുമാനിച്ചിരുന്ന പാരമ്പര്യമാണ് ഇന്ന് കേരള സമൂഹത്തിനുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഈ